അല്ലാഹുവിന്റെ പ്രവാചകരെ, നല്ല മരണത്തിന്റെ അടയാളമൊന്ന് പറഞ്ഞു തരുവോ നബിയേ? നല്ല മരണത്തിന്റെ അടയാളം എന്താ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ മയ്യത്ത് കാണുമ്പോഴറിയാ, ഏകദേശം ഒരു മനുഷ്യന്റെ ജനാസ കാണുമ്പോ അവന് നല്ല മരണമാണോ മോശമായ മരണമാണോ തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ. ഇനി മുതൽ മരിച്ച വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയമുള്ളവരെ കാണാ, മയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില അടയാളങ്ങളുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅദ് പറയാൻ അറിയാനും വഅദ് കേൾക്കാൻ വരാനും ഇതിലൊന്നും വല്ല കാര്യം. ഒരു മനുഷ്യന് ഏറ്റവും വലിയ വിജയിയാകുന്നത് അവന്റെ അവസാനം നന്നാക്കുമ്പോഴാ. അല്ലാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ഹാഫിളാന്ന് പറഞ്ഞിട്ടോ ആലിമാണെന്ന് പറഞ്ഞിട്ടോ പ്രഭാഷകനാണെന്ന് പറഞ്ഞിട്ടോ തഴമ്പുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, 2 ദിവസം മുമ്പ് ഒരു വലിയ പ്രഭാഷകന്റെ മകൻ ആത്മഹത്യ ചെയ്തു പോയി. നിങ്ങളായിരിക്കും ആത്മഹത്യക്ക് വല്ലാതെ വർദ്ധിക്കുന്ന കാലം. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദന്മാർ ഉംറയ്ക്ക് പോയിട്ട് വന്നവർ, ഉംറയ്ക്ക് പോയിട്ട് വന്ന് സുബഹി നിസ്കരിച്ചിട്ട് കയറി തൂങ്ങിയ ഒരു ചെറുപ്പക്കാരൻ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു മകൻ ഫാനി മഗ്രിബ് നിസ്കരിച്ചിട്ട് കസേര എടുത്തിട്ട് ഫാനി കയറി തൂങ്ങി മരിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും തോറ്റുപോകുന്ന സമയം അവിടെ, പരാജയപ്പെട്ടു പോകുന്ന സമയം, ആ സമയമാ പരാജയപ്പെട്ടു പോകുന്നത്. കാരണം എന്തേ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്നത് ഉസ്താദ് എന്നെ കൊണ്ട് പറ്റൂ, ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, എനിക്ക് നല്ല ഓർമ്മയാ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കല്ലേ, എന്നെ കൊണ്ട് പറ്റൂന്നാ നമ്മൾ വിചാരിച്ചിരിക്കണേ. ആരാ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുമെന്ന്? ഒരു മനുഷ്യന്റെ തടമ്പിലൊന്നുമല്ല കാര്യം. ഒരു മനുഷ്യന്റെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. ഒരാൾക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ കഴിയുമായിരുന്നെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവേ ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്ത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി, വിശുദ്ധമായ കഅബാലയം. ആ കഅബാലയം വാപ്പയും മകനും കൂടാണ് പണിതത്. അവസാനം കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ചെയ്ത ഖുർആനിൽ കാണാ, ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ചെയ്ത ദുആ പരിശുദ്ധമായ ഖുർആനിൽ കാണാ. എന്താണ് ദുആ ചെയ്തത്? പടച്ചവരെ, ഈ സൽക്കർമ്മത്തിനെ സ്വീകരിക്കണേ അല്ലാ. എന്നിട്ട് പറയുന്നു, നാഥാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ആരാ? അല്ലാഹുവിന്റെ ഖലീല. ഓരോ വഖത്ത് നിസ്കാരത്തിലും ഇബ്രാഹിമി സലാത്ത് പറയുന്നവരാ. പടച്ചവനെ, ആ ഇബ്രാഹിം നബിയാണ് പടച്ചവനോട് ഒരു പള്ളി കെട്ടിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, എന്നെ നീ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഇബ്രാഹിം നബി കുറപ്പില്ലായിരുന്നു വാപ്പാ, ഇബ്രാഹിം നബി കുറപ്പില്ലായിരുന്നു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, പടച്ചവന് ഈജിപ്തിന്റെ ഭരണാധികാരം തന്റെ കയ്യിലേക്ക് കിട്ടുമ്പോ യൂസുഫ് നബി അല്ലാഹുവിനോട് ചെയ്ത ദുആ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തേ ദുആ എന്നറിയുവോ? അല്ലാഹുവേ, യൂസുഫ് നബി പടച്ചവനോട് പറയുന്നു, നാഥാ, എനിക്ക് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു, അടിമയായി എനിക്ക് നീ ഈജിപ്തിന്റെ അധികാരം തന്നു. പക്ഷേ യൂസുഫിന് വേണ്ടത് എന്തെന്നറിയുവോ? എന്റെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുവോ? ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നറിയുവോ? തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്തത് എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സ്വലാത്ത് പറഞ്ഞുകൊണ്ട് ശരീരം മറച്ചുകൊണ്ട് വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മമാരെ, നിനക്കും അങ്ങനെ ഉറപ്പ് വേണ്ട, നിനക്കും അങ്ങനെ ഉറപ്പ് വേണ്ട. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് സുജൂദിൽ കിടന്ന് കരയുകയാണ്. ലോകത്തിന്റെ നേതാവ് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എന്തോ പറയുകയാ, വല്ലാതെ കരയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്താണ് പ്രവാചകന് പറയുന്നതെന്ന് നോക്കുമ്പോ
അവിടെന്ന് പറയുന്നു യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ഈമാനിൽ, എന്റെ ഹൃദയത്തെ ഇസ്ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ദുആ ചെയ്തത് എങ്ങനെയാണ്? ആയിഷ ബീവി ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ആയിഷ, നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടം പോലെയാണ് ആയിഷ. എപ്പോ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും അത് തിരിഞ്ഞു പോകാം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് മുസ്ലിമായിട്ടാണ്. എന്റെ പ്രിയമുള്ളവര്, ജീവിക്കുന്ന കാലത്തോളം മുസ്ലിമായി ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോയ എത്രയോ പേരുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആനിലും ഹദീസിലും കാണാം. എങ്കിലും മരിക്കുന്ന കാലം വരെ കാഫിറായി ജീവിച്ചിട്ട് അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പടച്ചവനെ സ്വർഗത്തിന്റെ അവകാശികളെ പോലെ മരണപ്പെട്ട എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വലിയ ഉറപ്പൊന്നും വേണ്ട, പ്രതീക്ഷ വെക്കലല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മോശമായ മരണത്തിന്റെ അടയാളം എന്താണ് നബിയേ? മോശമായ മരണത്തിന്റെ അടയാളം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, മോശമായ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? മോശമായ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവന്റെ നിറമങ്ങ് മാറുകയാണ്. കാണാൻ സുന്ദരനായിരുന്നു, വല്ലാത്ത സൗന്ദര്യമുള്ളവളായിരുന്നു. പക്ഷേ മരിച്ചു കിടക്കുമ്പോ മുഖത്ത് നോക്കാൻ പേടിയാ. ഒരേ ഒരു പ്രാവശ്യമേ നോക്കാൻ കഴിയുന്നുള്ളൂ, പിന്നെ നോക്കാൻ പേടിയാണ്. കാരണം മുഖമല്ല കറുത്തു കരിനീലിച്ച് കിടക്കുകയാ. രണ്ടാമത്തെ അടയാളം എന്തേ? പടച്ചവനെ, വായിലൂടെ നൊരയും പതയും ഇങ്ങനെ വരികയാണ്. മൂന്നാമത്തെ അടയാളം എന്ത്? മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ, മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ വലിച്ചാണ് അവന് മരണപ്പെടുന്നത്. നാല്, അവൻ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, എങ്ങനെയാ അവന്റെ മുഖം കറുക്കാതിരിക്കുന്നത്? അവൻ എങ്ങനെയാ മലമൂത്ര വിസർജനം നടത്താതിരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ അസ്റായിലിനോട് ചോദിച്ചു, അസ്റായിലേ, നീ എങ്ങനെയാണ് മോശമായ ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, എനിക്കൊന്ന് കാണിച്ചു തരുവോ? അസ്റായിൽ പറഞ്ഞു, ഇല്ല നബിയേ, നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നബിയേ, നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നബിയേ. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് കാണണം അസ്റായിൽ. അവിടെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവരെ, ആകാശം വരെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. വല്ലാത്ത ദുർഗന്ധമാ, നരകത്തിന്റെ തീപന്തമാ. അതാ അസ്റായിലിന്റെ മുഖത്തുകൂടെ ഇങ്ങനെ തീ കത്തുകയാണ്. കാണേണ്ട താമസം ഇബ്രാഹിം നബി ബോധം കെട്ടി വീഴുകയാ. അവിടെന്ന് ബോധം നഷ്ടപ്പെട്ടു. തിരിച്ചു വന്നപ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന, അസ്റായിലേ, എന്തിനാ ഖബറിന്റെ ശിക്ഷ? എന്തിനാ നരകത്തിന്റെ ശിക്ഷ? എന്തിനാ മഹ്ശറയുടെ ശിക്ഷ? എന്തിനാ? ഈ ഒരൊറ്റ ഒരു കാഴ്ച മതിയല്ലോ, നിന്നെ കണ്ടാൽ തന്നെ അവൻ നശിച്ചു പോകുമല്ലോ അസ്റായീൽ. പടച്ചവനെ, ഭയാനകമായ ശിക്ഷയാ. അല്ലാഹുവേ, ഇബ്രാഹിം നബിയോട് പടച്ച റബ്ബ് ചോദിച്ചു, ഇബ്രാഹിം, മരണം എങ്ങനെയുണ്ടായിരുന്നു? ഇബ്രാഹിം കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് പറയുകയാ, നാദാ, പടച്ചവനെ, ഒരു നനഞ്ഞ ഒരു വസ്തുവുണ്ടല്ലോ, ഒരു നനഞ്ഞ
പന്നി അതാ മുള്ളിന്റെ അകത്തിട്ടിട്ട് വലിച്ചു പറിക്കുന്നത് പോലെ 365 നരമ്പുകള് ഒരുമിച്ച് വലിച്ചെടുക്കുന്ന വേദനയായിരുന്നു ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് പറയുകയാ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, യാ മൂസാ, മരണം എങ്ങനെയുണ്ടായിരുന്നു മൂസാ? അല്ലാഹുവേ, തിളച്ച എണ്ണക്കകത്ത് ജീവനുള്ള ഒരു കുരുവിയെ ഇട്ട് കരിക്കുന്ന വേദനയായിരുന്നു അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് കരന്നുകൊണ്ട് പറയുമ്പോ ഈ വേദന എങ്ങനെയാ താങ്ങാൻ കഴിയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവരെ, മലക്കുകൾ ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാ കഴിയില്ലല്ലോ. മലക്കിനെ കാണുമ്പോഴേ പിടഞ്ഞു വീഴുകയാ. അല്ലാ, ഭയാനകമായ രൂപത്തില് പടച്ചവനെ അതാ നരകത്തിന്റെ വസ്ത്രം ധരിച്ചു ദുർഗന്ധമടിക്കുന്ന അവസ്ഥയിലെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എടാ നശിച്ചവന്, എടാ നഷ്ടവാളിയെ, നരകത്തിനെ കൊണ്ടവനോട് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാ. കാണടാ, നിനക്ക് അല്ലാഹു തരുന്ന നരകം കാണടോ. മലക്കുകൾ ഇങ്ങനെ നരകം കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവനെ അവന്റെ ചാരത്തേക്ക് ഇറങ്ങി വന്നു. റൂഹ് കിടന്നു ഓടുകയാണ്, പിടികൊടുക്കാതെ കിടന്നു ഓടുകയാണ്. ആ സമയത്ത് മലക്കുകൾ പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മലക്കുകളെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് പറയുകയാ, ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകുകയാണ്, നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ്, തല്ലുകയാണ്, അവനെ തല്ലിച്ചതയ്ക്കുകയാ. 70,000 മലക്കുകള് അവന്റെ ശരീരത്തെ തല്ലി അവന്റെ റൂഹിനെ ഇങ്ങനെ പിടിച്ചെടുക്കുകയാ. അല്ലാഹുവേ, എങ്ങനെയാണ് അവനെ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക? പടച്ചവനെ, ഭയാനകമായൊരവസ്ഥയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ചില ആൾക്കാരുണ്ടല്ലോ, 5 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്നവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറാ. നമ്മളെല്ലാവരും അത് പഠിച്ചു വെച്ചിരിക്കുകയാ, എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ്. എങ്കിലും മരണസമയത്ത് ആരെങ്കിലും ഈ സദസ്സിലിരിക്കുന്ന 5 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവര് മരിക്കാൻ കിടക്കുമ്പോ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ അവന്റെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ചിലപ്പോ ഈ സലാത്തിന്റെ മഹത്വം കൊണ്ടായിരിക്കും നീ രക്ഷപ്പെടുന്നത്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന 5 വിഭാഗം ആൾക്കാർക്ക് ഇനി ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും അവന്റെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. മരിച്ചു കിടക്കുമ്പോൾ തന്നെ അറിയാം, മുഖം കറുത്തിട്ടുണ്ടാകും. മയ്യത്ത് കുളിപ്പിക്കുന്നവരൊക്കെ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും മരിച്ച നോക്കണം, മുഖം കറുക്കാൻ, നിറം മാറുക. മരിക്കുന്ന സമയത്ത് ഈ മൃഗങ്ങൾ അറക്കണ സമയത്ത് കിടന്ന് മുക്കറ ഇടുന്ന പോലെ ഇങ്ങനെ വിളിക്കുക. അല്ലാഹുവേ, വായിലൂടെ പതയും നൊരയിങ്ങനെ വരിക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും പറയാൻ കഴിയാത്ത 5 വിഭാഗമുണ്ട്. അവരാരാണെന്ന് പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണത്തിൻ്റെ അടയാളം എന്താ? നല്ല മരണത്തിനും അടയാളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 5 അടയാളം. അവിടെയും പറഞ്ഞു, 1 നെറ്റിത്തടം വിയർക്കുക, മുക്കിന്റെ ദാരം വികസിക്കുക, മുഖത്ത് പ്രകാശമുണ്ടാവുക, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാവുക. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എല്ലാവർക്കും മരിക്കാൻ പേടിയാ. എനിക്കും പേടിയാ, നിങ്ങൾക്കും പേടിയാ. നമ്മളൊക്കെ പറയുമോ മരിക്കാനൊന്നും പേടിയൊന്നും ഇല്ല ഉസ്താദ്, ചുമ്മാ അത് നാവുകൊണ്ടേ.
എല്ലാവരും പറയും മരിക്കാൻ പേടിയില്ല. സത്യത്തിൽ എല്ലാവർക്കും പേടിയാ. എന്തിനാ മനുഷ്യ പേടിക്കണേ? പേടിച്ചെന്ന് പറഞ്ഞ് മരണം തിരിച്ചു പോകോ? പേടിച്ചെന്ന് പറഞ്ഞ് മരണം തിരിച്ചു പോ? നമുക്കെല്ലാവർക്കും പേടി. പണ്ടൊരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ആ മനുഷ്യനോട് പറഞ്ഞു അത്രേ, അള്ളാഹു ഒരു ഓഫർ തന്നിട്ടുണ്ട് നിനക്ക്. എന്താ ഇസ്രായീലെ? നിന്റെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂന്ന് അള്ളാഹ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോ? ആ സാധു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40 വർഷമായിട്ട് നിന്നെ കാത്തിരിക്കുക ഞാൻ. 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ പറഞ്ഞെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എനിക്ക് ഒന്നും ആഗ്രഹമില്ല, പിടിച്ചോണ്ട് പൊക്കോളാൻ. അതാ മനുഷ്യന്മാർ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതങ്ങനെ പറയണമെങ്കിൽ ഒരു ധൈര്യം ഉണ്ടാകണമെങ്കിൽ, അത് പറയണമെങ്കിൽ ഒരു ഈമാൻ വേണം. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, മരണം അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു സമ്മാന പൊതി വാങ്ങുന്നത് പോലെ മരണം വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെയാ സമ്മാനം എന്നറിയോ? മരണവും മനോഹരമാക്കുന്നവരുണ്ട്. ഒന്നാമത്തെ വിഭാഗം ആൾക്കാർ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ ആരും വേണ്ട, ഓൻ തന്നെ ഓർമ്മയോടുകൂടി പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഷഹാദത്ത് കലിമ പറയാനെന്ന് ആരും വേണ്ട വാപ്പാ, നീ ഒറ്റയ്ക്ക് അങ്ങ് പറയും. ഈ കൂട്ടത്തിൽ ഇരിക്കണ ചില വാപ്പമാര്, ചില ഉമ്മമാര്, അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവര് തന്നെ അങ്ങ് പറഞ്ഞിട്ട് മരിക്കും. രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവർക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ വിഭാഗത്തിന് ഷഹാദത്ത് കലിമ അസ്റായീൽ തന്നെ പറഞ്ഞു കൊടുക്കും. മൂന്നാമത്തെ വിഭാഗത്തിന് അസ്റായീലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊണ്ടക്കുഴിയിൽ നിന്നിങ്ങനെ റൂഹ് പിടിക്കുമ്പോൾ മുഖത്ത് നോക്കും അസ്റായീലിന്റെ നെറ്റിയിൽ, എന്നിട്ട് വായിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. നാലാമത്തെ വിഭാഗത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് പറഞ്ഞിട്ട് മരിക്കും. അള്ളാഹു ഈ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്നെ നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാൽ കേട്ടിട്ടാണെങ്കിലും പറഞ്ഞാൽ മതി, എങ്ങനെയെങ്കിലും മരിക്കണം. അങ്ങനെ മരിക്കണമെങ്കിൽ 4 കാര്യം അതിനുണ്ടെന്നാ, അത് അടുത്ത വഴുതി പറയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ആരാ നബിയേ? മരണസമയത്തു ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത, നാവ് പൊങ്ങാത്ത ആ നഷ്ടവാളികൾ ആരാ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, മരണസമയത്ത് നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നമസ്കരിക്കാത്തവനല്ല, കാരണം അവൻ മുസ്ലിമല്ലല്ലോ. നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാ അവന് കാഫിറാണെന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല. അവൻ എങ്ങനെയാ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നതെന്നറിയുവോ? അവന് മരണസമയം അല്ലാഹുവേ ഒരു നല്ല മരണമില്ല. നാളെ പരലോകത്ത് കടന്നു വരുന്നത് പന്നിയുടെ കോലത്തിലാ. പടച്ചവനെ, ഏത് മുസ്ലിം പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് ഖബറടക്കിയാൽ നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതി കഴിയുമ്പോ അവന് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. പന്നിയുടെ കോലത്തില് അവൻ നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കാഴ്ച കാണുകയാ. ഒരു ഭയാനകമായ കാഴ്ച. നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ അതാ ചില ആൾക്കാരുടെ തലയിലേക്ക് എടുത്തിടുകയാണ്. പപ്പടം പൊടിയുന്നത് പോലെ അവന്റെ തലയങ്ങ് പൊട്ടിച്ചിതറുകയാണ്. പടച്ചവനെ, മലക്കുകൾ താഴെ വീണ കല്ലെടുക്കുമ്പോ
സുബ്ഹാനല്ലാഹ്, തല പഴയ രൂപത്തിലേക്ക് തന്നെയാവുകയാ. പിന്നെയും അവന്റെ തലയുടെ മുകളിൽ പാറയിടുകയാണ്. ഇതുപോലെ വല്ലാത്ത ക്രൂരമായ ഒരു ശിക്ഷ ഇങ്ങനെ കാണുകയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്, പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ആ വിളിക്ക് ഉത്തരം നൽകാത്തവനുള്ള ശിക്ഷയാണ് നബിയേ എന്നിവിടെന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ, എന്റെ പ്രിയമുള്ളവര്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത, നാവ് പൊങ്ങാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാ. നമ്മളിൽ പലരും നിസ്കരിക്കുന്നവരോ നമ്മുടെ നിസ്കാരത്തിനെ കുറിച്ച് എന്തേ നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതി കൊടുക്കുകയാ. മഗ്രിബ് നമസ്കാരത്തിൽ പള്ളിയിലെ ഖതീബന്മാർ ഓതുമല്ലോ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹ്മുദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. വൈലെന്ന് പറയുന്ന നരകമാർക്കുള്ളതാണെന്നറിയുവോ? വൈലെന്ന് പറയുന്ന നരകമാർക്കുള്ളതാ. അത് നമസ്കരിക്കുന്നവർക്കാ, അത് നമസ്കരിക്കാത്തവനല്ലോ. വൈലെന്ന് പറയുന്ന പടച്ചറപ്പിന്റെ നരകത്തിലെ ഒരു നരകമുണ്ടല്ലോ, ആ വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവനുള്ളതാ. സഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ടോ? നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എങ്ങനെ നമസ്കരിക്കുന്നവരെന്നറിയോ? നമ്മളെ പോലെ നിസ്കരിക്കുന്നവർക്ക്, നമ്മളെ പോലെ പടച്ചവനെ ഇന്ന് നമ്മുടെ നമസ്കാരം കണ്ട പടച്ചവനെ ഒരു കളിയാണല്ലോ. അല്ലാഹുവേ, പടച്ചവനെ കോമാളിത്തരം കാണിക്കുന്നത് പോലെയാ. എന്തെല്ലാം രീതിയിലാണ് നിസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ചിന്ത എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. എന്റെ പ്രിയമുള്ളവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോ ഒരു മനുഷ്യൻ നിന്നൊരു ചെറുപ്പക്കാരൻ നിന്ന് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേടാ? നിനക്ക് പടച്ചറപ്പിനെ പേടിയില്ലേ? കാരണം എന്തെന്നറിയോ? നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് തന്റെ നാടിയൊന്ന് നേരെയാക്കി, നമസ്കരിക്കുന്ന സമയത്ത് താടി പിടിച്ചിട്ടൊന്ന് നേരെയാക്കി. ഈ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? ഈ രീതിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ എന്റെ സമുദായത്തിൽ പെട്ടിട്ടാണ് നീ മരിച്ചതെന്ന് കരുതല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥകളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താന് പോലും വല്ലാത്ത ചിരിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, സ്വർഗത്തിൽ പോകാൻ ഒരുപാട് അമല് വേണ്ടടാ.
അള്ളാന്റെ സ്വർഗം നിനക്ക് വേണോ? ഒരുപാട് സൽക്കർമ്മമൊന്നും വേണ്ട, രണ്ട് റക്അത്ത് മതിയടാ ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു മനുഷ്യര് ഒരൊറ്റ വഖ്ത് മതി നിനക്ക് സ്വർഗത്തിൽ പോകാ. ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹുവേ ഒരു വഖ്ത് നമസ്കരിച്ചു കഴിയുമ്പോ, അതാ നാളത്തെ സുബഹി നിങ്ങളാരെങ്കിലും നല്ല നിലയിൽ നമസ്കരിച്ചു കഴിഞ്ഞാ അല്ലാ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെക്കുകയാ. നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് നിന്റെ പേരങ്ങ് മാച്ചു കളയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മ പ്രസവിച്ചതുപോലെ മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമസ്കരിക്കുന്ന സമയത്ത് അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ കൈകെട്ടുമ്പോ ഇടതുഭാഗത്തൊരു ശൈത്താൻ നിൽക്കുകയാണ്, വലതുഭാഗത്ത് മലക്ക് നിൽക്കുകയാണ്. നമസ്കരിക്കാൻ കൈകെട്ടി കഴിയുമ്പോ മറന്നുപോയ പഴയ കാര്യങ്ങൾ മുഴുവനും ശൈത്താൻ നമ്മളോട് ചെവിയിൽ പറഞ്ഞു തരികയാ. അതുകൊണ്ടാ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ മറന്നുപോയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത്, പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. കാരണം ശൈത്താൻ അടുത്ത് നിന്ന് പറയുകയാ. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയുന്നു, മനുഷ്യ എവിടെയാ നിൽക്കുന്നതെന്നറിയോ? എടാ അല്ലാഹുവിന്റെ മുന്നിലാ നീ നിൽക്കുന്നത്. അവൻ പറയുന്നത് നീ കേൾക്കല്ലേ? പടച്ചവനെ, മലക്കിങ്ങനെ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ റുകൂഉം സുജൂദും ഒക്കെ എന്തൊരു ധൃതിയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുജൂദിനെ ദീർഘിപ്പിക്കണം പൊന്നുമോരെ. പെട്ടെന്ന് കാക്ക കൊത്തുന്നത് പോലെ കൊത്തികെട്ടി എഴുന്നേറ്റ് ഓടല്ലേടാ ചെറുപ്പക്കാരാ. മോനെ, സുജൂദിൽ ഒരുപാട് സമയം കിടക്കണം, കാരണം എന്തെന്നറിയോ? അല്ലാഹുവേ, സദാ നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും നമ്മുടെ തലയുടെ മുകളിലേക്ക് കടന്നു വരികയാ. സുജൂദ് ചെയ്യുമ്പോ അല്ലാഹുവേ, പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. റബ്ബേ, ഉണക്കമരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലെ സുജൂദിൽ കിടക്കുമ്പോ നമ്മൾ ചെയ്ത പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സുജൂദിന്റെ സമയത്ത് ശരീരത്തില് അവയവങ്ങൾ മുഴുവനും താഴെ നല്ലതുപോലെ വെക്കണമെന്നാ. അല്ലാഹുവേ, നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, നിന്റെ 2 കൈപ്പത്തികളുണ്ടല്ലോ, നിന്റെ 2 കാൽമുട്ടുകളുണ്ടല്ലോ, നിന്റെ കാലിന്റെ വിരലുകളുണ്ടല്ലോ, ഇതെല്ലാം ഭൂമിയിൽ ഇങ്ങനെ സുജൂദ് ചെയ്യണമെന്നാണ്. ആ സമയത്ത് ഈ അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവം നീ തൊടാതെ ഇരുന്നാ ആ ഒരു അവയവം നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ, നീ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ മൂക്ക് സുജൂദ് ചെയ്തില്ലെങ്കിൽ, നീ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ മൂക്ക് ഭൂമിയിൽ വെച്ചില്ലെങ്കിൽ മൂക്ക് ശപിക്കുകയാ അല്ലാ. പടച്ചവനെ, ഇവനെ വെറുതെ വിടല്ലേ അല്ലാ. പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നമസ്കരിച്ച് കഴിയുമ്പോ, സലാം വീട്ടി കഴിയുമ്പോ മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, വഅബ്ശിറൂ, അവിടുന്ന് നിനക്ക് സന്തോഷ വാർത്ത പറയുകയാ. ഭാഗ്യവാനാണോ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയവരോ, നീ സ്വർഗത്തിന്റെ അവകാശിയോ, നിന്റെ പേര് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലുണ്ട്. അല്ലാഹുവേ, നമസ്കരിക്കുന്ന സമയത്ത് ഭയഭക്തിയോടുകൂടി നിസ്കരിച്ച മനുഷ്യനോട് മലക്ക് പറയുകയാ, ശൈത്താനെ പിൻപറ്റിയ വാപ്പാ. മലക്ക് പറയുന്നു, എടാ വൃത്തികെട്ടവര്, എടാ നഷ്ടവാളി, അല്ലാഹു തന്ന അവസരം നീ പാഴാക്കി കളഞ്ഞല്ലോ. നീ നരകവാസിയാടാ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതിയടോ എന്ന് മലക്ക് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയുവോ? സഹാബികളുടെ നിസ്കാരം എങ്ങനെയായിരുന്നെന്നറിയോ? മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു കാലിന്റെ വിരലിൽ ഇങ്ങനെ പഴുക്കുകയാണ്.
കാലിന്റെ വിരലിങ്ങനെ പഴുക്കുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് കാലിന്റെ വിരല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ മുറിച്ചു മാറ്റൂല, എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യണം. പടച്ചവനെ, വിരലിൽ നിന്ന് പാല് പഴുപ്പ് കയറിയിട്ട് തന്റെ കാൽപ്പത്തി മുഴുവനും പഴുപ്പായി. വൈദ്യന്മാരെപ്പോഴും പറഞ്ഞു മുറിച്ചു മാറ്റണമെന്ന്. ഉർവതങ്ങൾ സമ്മതിച്ചില്ല. പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, മുട്ടിന്റെ ഭാഗത്ത് വെച്ച് കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനിയും പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അവസാനം ഉർവ റളിയല്ലാഹു തആല സമ്മതിക്കുകയാ. അവസാനം വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ഒരു പാത്രത്തിൽ കുറച്ച് കള്ള് കൊണ്ടുവന്നിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാ. തങ്ങള് ഇത് കുടിക്കുതങ്ങള്, കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാരാ. അല്ലാഹുവേ, ഉർവതങ്ങള് പറഞ്ഞു, ഞാൻ ഒരിക്കലും കള്ളു കുടിക്കൂല. അവസാനം അവിടെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരൂ? ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം. അല്ലാഹുവേ, ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ച് മാറ്റിക്കോ. അവിടെന്ന് ഉളുവെടുക്കുകയാ. മുസല്ലിയിലേക്ക് കയറി നിന്നു. അവിടെന്ന് പടച്ചവരെ നിയ്യത്ത് ചെയ്തിട്ട് കൈകെട്ടുകയാ. ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോ വൈദ്യന്മാരെ കാല് മുറിക്കുകയാ. ഒരു മരുന്നും കൊടുക്കാതെ ഒന്നും മരവിപ്പിക്കാതെ പടച്ചവരെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ പച്ച ശരീരത്തിൽ നിന്ന് കാലങ്ങ് മുറിക്കുകയാണ്. ഉർവതങ്ങൾ അറിഞ്ഞില്ല. ചെറുപ്പക്കാരാ, മോനെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണടാ. മോനെ, പച്ച ശരീരത്തിൽ നിന്ന് ഞാനും നിങ്ങളും നിസ്കരിക്കുമ്പോ ഒരു കൊതുവ് കടിച്ചാൽ അറിയുമല്ലോ. ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുക് പറന്നാൽ അറിയുമല്ലോ. ഒരു ഉറുമ്പ് കടിച്ചാൽ അറിയുമല്ലോ. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് വൈദ്യന്മാര് മുറിച്ചു മാറ്റുകയാ. തങ്ങളറിഞ്ഞില്ല. അവസാനം രക്തം നിൽക്കാതെ ഇങ്ങനെ ഒലിക്കുകയാണ്. ആ സമയത്ത് സൈത്തന്നെ തിളപ്പിച്ചിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ് പിടഞ്ഞു വീഴുകയാ. ബോധമങ്ങ് നഷ്ടപ്പെട്ടു. ഉർവതങ്ങളുടെ കാല് മുറിച്ച കാര്യം ആരാ പറയുന്നത്? ബോധം തിരിച്ചു വരുമ്പോ ആരാണ് പറയുന്നത്? വൈദ്യന്മാര് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ അല്ലാഹു കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരണപ്പെടുകയാ. തന്റെ ഏറ്റവും ചെറിയ മകൻ മരണപ്പെട്ടു. അല്ലാഹുവേ, എല്ലാവരും വല്ലാത്ത വിഷമത്തിലാണ്. ആരാണിത് പറയുന്നത്? ഉർവതങ്ങൾക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റി. തങ്ങളെ ഉർവതങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. കാല് മുറിച്ച് മാറ്റിയെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. തങ്ങളെ നിങ്ങളുടെ ഏറ്റവും ചെറിയ മകന് കുതിരയുടെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെട്ടു. തങ്ങള് ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്തേ തങ്ങള് കാല് മുറിച്ചെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞതെന്തിനാ? അല്ലാഹു 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. ഒരെണ്ണം എനിക്ക് അല്ലാഹു ബാക്കി വെച്ചല്ലോ. എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ. അല്ലാഹു ബാക്കി മക്കളെ എനിക്ക് ആയുസോടുകൂടി തിരിച്ചു തന്നല്ലോ. അൽഹംദുലില്ലാഹ് എന്ന്
എന്ന് പറഞ്ഞിട്ട് ഉർവതങ്ങൾ കിടന്ന് കരയുകയാ, ഉർവതങ്ങൾ കിടന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? ഇനി എനിക്കൊരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ, ഒരുപാട് നേരം എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഒരു കാലല്ലേ ഉള്ളൂ, ഒരു കാലല്ലേ ഉള്ളൂ. ചെറുപ്പക്കാരാ, ഇങ്ങനെ നിസ്കരിച്ച സ്വർഗവാടാ. ഇതുപോലെ നിസ്കരിച്ച ഒരൊറ്റ വഖത്ത് മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ.